സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ കൊലത്തോട്ടം. 3 വശം അതെ, കുറച്ച് സാമ്പാറും. ഇത് സാജന് വേണ്ടിയുള്ള ഫുഡ് തന്നെയാ, ഉറപ്പാ. പ്രിയ, നമ്മള് അവന്റെ താവള ഇന്ന് കണ്ടുപിടിക്കും. നമുക്ക് വേണ്ടപ്പെട്ടൊരാക്കാ നിസർഗ. ശരിയാ. ശരി. ഏതോ നിദ്ര വന്നേ, അവന്റെ കണ്ണിൽ പെടരുത്. വാ. ആരോ പോരും നിൻ കൂടെ. മധുമുലിരാതെ നിന്നെ തേടി. എന്താ ശ്രുതി, എന്നെ സമ്മതിക്കണം. ഇത് സാജന് വേണ്ടി തന്നെയാ. താവളം ഇവിടെ അടുത്തെവിടെയോ ആണ്. താവളം നോട്ട് ചെയ്ത് കഴിഞ്ഞ സാക്ഷി, നിന്റെ ആളുകളെയൊക്കെ ഉടനെ വരുത്തണം. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മോഹങ്ങൾ മുരടിച്ചു മോതിര ഇവിടെ അടുത്ത തറായെന്നാ തോന്നുന്നത്. ആ ടിമ്പർ മില്ലിന്റെ ഒരു ഗോഡൌൺ ഉണ്ട്, ചിലപ്പോ അവിടെ ആയിരിക്കും. ഓ, 2 പെണ്ണുങ്ങളും പുറകെ തന്നെ ഉണ്ട്. നടക്കട്ടെ, കുറച്ചു ദൂരം കട നടക്കട്ടെ. എനിക്ക് കാല് വേദനിക്കുന്നു. പ്രിയ, അയ്യോ ദേ ഓടുന്നു. സാക്ഷി, എനിക്ക് ഓടാൻ വയ്യ. തളരാൻ പാടില്ല. വന്നേ, ഓട്. അയ്യോ, അയ്യോ. അയ്യോ സാക്ഷി, ഞാൻ തളർന്നു. ഞാനിപ്പോ വീഴും. അയ്യോ, ഇന്നിപ്പോ ഓടിച്ചത് ഇത്രയും മതി. ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന വല്യമ്മ. മക്കളെ, വല്യമ്മേ, വല്യമ്മ ആഹാരം കഴിച്ചോ? ഇല്ല മക്കളെ. നമുക്ക് ദോശയും സാമ്പാറും കഴിച്ചാലോ? വല്യമ്മ കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. ആ കിഴവിക്ക് ഭക്ഷണം കൊടുക്കാനാണോ അവൻ ഇത്രയും ദൂരം പ്രയാസപ്പെട്ട് നടന്നു ഓടിയും വന്നത്? വൃത്തികെട്ടാൻ. പ്രിയ, എനിക്കൊരു സംശയം. അവനിനി നമ്മളെ കണ്ടിട്ടുണ്ടാവോ? നമ്മളെ പറ്റിക്കാനും തെറ്റിക്കാനും വേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്തതവൻ. എങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. പ്രിയയുടെ കൂടെയുള്ള സ്ത്രീ ആ സ്ത്രീ ആയിരിക്കുമോ വീഡിയോയിൽ കണ്ട സ്ത്രീ? വാ, നമുക്ക് പോവാം.
അതെ, അവര് തന്നെ ആയിരിക്കും. കർത്താവേ, കയ്യിൽ വന്നത് എന്റെ അതിബുദ്ധി കാരണം കാണാൻ പറ്റാതായല്ലോ. എവിടെ പോയി? അയ്യോ, കൈ. നാട്ടന്മാരുള്ള സാധനം ഇവിടെ. ആ നല്ല മണം. ആ നാറ്റം മാറി കിട്ടി. ഓ, നല്ല രസമുള്ള കോട് തന്നെ. കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിക്കൊട്ടുക. അടിപൊളി. പ്രണയകാലത്താണ് എല്ലാവരും ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അയ്യോ, എന്താ വസന്തേട്ടാ കൈ കൂട്ടുന്നേ? ഏയ്, കയ്യില് കുറച്ച് പൊടിയുണ്ടായിരുന്നു, അതൊക്കെ കൊട്ടി കളഞ്ഞതാ. ഷോ, തലയ്ക്ക് മുകളിൽ കൈ കൊട്ടാൻ പാടില്ല, അത് ദോഷാ. മരണപ്പെട്ടവർക്ക് ബലി ഇടുമ്പോഴാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഏയ്, ചുമ്മാ ചുമ്മാ, അതൊക്കെ അന്ധവിശ്വാസങ്ങളാ. താങ്ക് യു, താങ്ക് യു. വസന്തേട്ടൻ ഇത് എങ്ങോട്ടാ? കൊള്ളാലോ, നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ. അതെ, എന്റെ തങ്കക്കുടത്തിന് കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങണം, അതിനുവേണ്ടി പോവുക. സത്യ? അയ്യോ, ലോകത്തിലെ എല്ലാ സ്ത്രീകളെയും. ഓക്കെ, എനിക്കറിയാം വസന്തേട്ടാ. വസന്തേട്ടന്റെ സ്നേഹം എനിക്കറിയാം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരട്ടെ വസന്തേട്ടാ. എനിക്ക് വേണ്ടി വസന്തേട്ടൻ ഓരോന്ന് വാങ്ങുമ്പോ എനിക്കും കൂടി അടുത്ത് നിക്കാലോ. അയ്യോ, അതിലൊരു ത്രില്ലില്ല. സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോഴല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. അത് നേരാ. എന്തൊക്കെ സമ്മാനങ്ങളാ വസന്തേട്ടൻ വാങ്ങിക്കൊണ്ടുവരാൻ പോകുന്നേ? അതൊക്കെ കിട്ടുമ്പോ അറിഞ്ഞാ മതി, അതാ ഒരു രസം. അയ്യോ, എന്നാ പിന്നെ എന്റെ ചക്രമുത്തിന് സമ്മാനം വാങ്ങാൻ ചേട്ടൻ പോട്ടെ. സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല വസന്തേട്ടാ, കണ്ണീര് വരുന്നു. ഇപ്പൊ ഇങ്ങനെ കരയുകയാണെങ്കിൽ സമ്മാനം കൊണ്ടുവരുമ്പോ എന്തുമാത്രമാ കരയാൻ പോകുന്നേ? ദാ. ദാ. അയ്യോ, അയ്യോ, യാത്ര പോകുമ്പോ ഇതുപോലൊക്കെ സംഭവിച്ച അത് അപശകുനാണെന്നാ. ആണോ? സാരമില്ല, സമ്മാനം വാങ്ങാൻ പോകുന്നല്ലേ, അതുകൊണ്ട് സാരമില്ല. എന്നാ ഓക്കെ ഡാർലിംഗ്, ബൈ. ടാറ്റാ. ശ്ശോ, എന്നാ ലുക്കാ. ഇതുപോലൊരു ഭർത്താവിനെ ആർക്ക് കിട്ടും? വസന്തേട്ടന്റെ കാലിലൊരു മുള്ളു പോലും കൊള്ളിക്കല്ലേ. നല്ല സമ്മാനം വാങ്ങിച്ചുകൊണ്ട് സന്തോഷത്തോടെ വരണേ. അർജുൻ സാറിനോടും ഭാര്യയോടും കാണിച്ചതിനൊക്കെ മുതലും പലിശയും ചേർത്ത് കൊടുക്കണം. കൂട്ടുപലിശ വേണ്ടേ? അതും കൂടി ചേർത്തായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഓക്കെ ഏട്ടാ, വിട്ടോ. അളിയനതാ വന്ന്. ഇതാണല്ലേ അമേരിക്കൻ അളിയൻ. അടയാളം പറഞ്ഞ അതേ രീതികൾ തന്നെ. എവിടെ? ആളിനെ കാണുന്നില്ലല്ലോ. ആ, കൃത്യമായിട്ട് അടയാളം കാണിക്കുന്നുണ്ട്. ഓക്കെ, മറന്നു. ഗ്രേ കളർ ടോപ്പും റെഡ് ലെഗിങ്സും ഇട്ടിട്ട് വരാന്ന് പറഞ്ഞതാ. ആ, വരുമായിരിക്കും. ഹലോ, തലയ്ക്ക് മുകളിൽ കൈവച്ച് കൂട്ടുന്നു, അതേ സിമ്പല് തന്നെ.
വാക്കുകളരുളിയ മിന്നലേ പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ വെയിലിൽ നിഴലുപോൽ മറയും മായയായി വിരലാൽ ശിലയിലും കുളിരഴും ഉറവകൾ എഴുതി ഇതുവഴി അകലുമാറോ അവനേതോ മായാജാലം. വസന്തേട്ടാ, സിത്താര പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തമ്മി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും അന്ന് പിരിയാൻ സമയം വസന്തേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈശ്വര, എന്ന് പിരിഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? അപ്പൊ എന്താ സിത്താര പറഞ്ഞത്? മറന്നുപോയി. മറന്നു അല്ലേ കൊച്ചു? ഹായ്, പുതിയ കൂളിംഗ് ഗ്ലാസ്. Only 10,000 rupees. എന്നാലും വസന്തേട്ട എന്നെ മറന്നുവല്ലോ. വസന്തേട്ട പറഞ്ഞ എന്താണ്? ഭൂമി ഒരു ഗോളമാണ്, നമ്മൾ തമ്മിൽ കാണും, അങ്ങനെയല്ലേ പറഞ്ഞത്? ശരിയാണ്, ഓർമ്മ വരുന്നു. ഭൂമി ഒരു ഗോളമാണ്, ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഓർമ്മ വരുന്നു. വസന്തേട്ട UK എന്നാ വന്നത്? UK ഞാന് പിന്നെ മെനങ്ങാന്ന് വന്നു. കള്ളൻ. എന്നിട്ട് എന്നെ മാത്രം കൊണ്ടുപോയില്ല കൊച്ചു കള്ളൻ. എന്റെ അടുത്ത് മിണ്ടരുത് കേട്ടോ. പിന്നെ വസന്തേട്ടാ, എന്താ സിരാതെ? അല്ല സിത്താരെ, എനിക്ക് വേണ്ടിയാ ഈശ്വരൻ വസന്തേട്ടനെ കല്യാണം കഴിപ്പിക്കാതെ ഇരുത്തിയത്. ആരോ പറയുന്ന കേട്ട് വസന്തേട്ട കല്യാണം കഴിച്ചു. അതൊന്നും വിശ്വസിക്കരുത്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് പറ്റിയൊരുത്തി ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അപ്പൊ ഞാനോ? അവസാനം ജനിച്ചു സിത്താര. അപ്പൊ വസന്തേട്ടാ, എന്താ സിത്താരെ? എന്താ സിത്താരെ ഇത്? ഞാൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ദേവീക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ താലി കെട്ടുന്നു, അവിടുന്ന് നേരെ രജിസ്റ്റർ ഓഫീസിൽ, അവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. അല്ല സിത്താരെ, അത് എന്താ കാല് മാറാനാണോ വസന്തേട്ടന്റെ പരിപാടി? എന്നാ ഞാൻ കൊല്ലും. അയ്യോ, അതുകൊണ്ടൊന്നും അല്ലെന്നോ? പിന്നെ ഇന്ന് വ്യാഴാഴ്ചയല്ലേ? വ്യാഴാഴ്ച നല്ല ദിവസമല്ല. വ്യാഴാഴ്ച നല്ല ബെസ്റ്റ് ദിവസം. ഇങ്ങ വന്നേ, ഇവിടെ അല്ല അത് ഇങ്ങോട്ട് നോട്ടു. എന്നെയും പറ്റിച്ചിട്ട് വ്യാഴാഴ്ച കല്യാണം കഴിച്ചാലേ തലയിൽ ഇടി വീഴുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജാഫറേട്ടാ, ഇതാണ് വസന്തേട്ടൻ. വസന്തേട്ടാ, ഇതാണ് സാക്ഷികള്. അപ്പൊ നമുക്ക് പോവാം. ബാക്കിയുള്ളവരൊക്കെ രജിസ്റ്റർ ഓഫീസിലെത്തും, നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, ഒരു കാര്യം, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ഇതാ ബെസ്റ്റ് ഡ്രസ്. അതെ, എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോണം. രജിസ്റ്റർ ഓഫീസിൽ ബാത്റൂം ഉണ്ട്, നമുക്ക് അവിടെ പോവാം. പവിത്രേട്ട വന്നല്ലോ, നമുക്ക് പോയാലോ? അയ്യോ പറ്റില്ല, എനിക്ക് ബാത്റൂമിൽ തല ചുറ്റുന്നു. അത് സാരമില്ല, നമുക്ക് പൊക്കിക്കൊണ്ടു ബാത്റൂമിനെ. അതെ, എനിക്ക് ഈ കുട്ടിയെ വ്യക്തമായിട്ട് അറിയില്ല. ഓഹോ, അറിയില്ലേ? ഇല്ല. കേട്ടോ, ഭയങ്കര രസമാണ് കേട്ടോ. എന്റെ ദൈവമേ, ഇന്നത്തെ 4 മണിയാണ്. 4 മണി. എന്റെ സൗണ്ട് ഞാനേ സ്നേഹം കൂടിയിട്ട് വിളിച്ചതാ. ഹലോ വസന്തൻ സാർ,
ഹായ്. അല്ല സാറെന്താ ഇവിടെ? ഞാനേ വസന്തനല്ല, ഓ ആ വസന്തൻ വേറെ വസന്തൻ. നിങ്ങൾ ആരാ? സാറെന്തായി പറയുന്നത്? സാറിനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടതല്ലേ? ആ, സാറും വൈഫും കൂടി വീട്ടിൽ ഇരിക്കുമ്പോഴല്ലേ ഞാൻ അർജുൻ സാറിനെ വിളിക്കാൻ വന്നത്. വൈഫോ? എന്റെ വസന്തേട്ടൻ ഭാര്യയായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടെന്നോ? എന്റെ വസന്തേട്ടൻ അവിവാഹിതനാ. ദേ ഇത് കണ്ടില്ലേ, എന്നെ കെട്ടാൻ പോവുക. അയ്യോ അല്ല. ബെസ്റ്റ്. ഈ സാറ് കല്യാണം കഴിച്ച് ഒരു കൊച്ചുണ്ട്. ഇതാണ് ഭാര്യ. പരമദുഷ്ട, എന്നെ വഞ്ചിച്ചല്ലേ? അല്ല, ഞാൻ ഒന്നും പറയണ്ട, ഞാനിപ്പോ ആത്മഹത്യ ചെയ്യും. താനപ്പോ വിവാഹ തട്ടിപ്പ് വീരനായിരുന്നല്ലേ? പറ്റിക്കല്ലേ? തലയോട് തലയോട് ഓടരുത്. പിടിക്ക്. അവിടെ നിൽക്കാൻ അയ്യോ വീഡിയോ എടുക്കല്ലേ. വസന്തേട്ടന്റെ ഒരു സ്നേഹപ്രകടനങ്ങളെ എന്ത് സമ്മാനമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നേ? അയ്യോ അമ്മ, അയ്യോ അയ്യോ. ആ ആന്റി, അല്ല ആന്റി ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കല്ല, ആർമാദിക്കുക. ആർമാദിക്കുക. കാരണം എന്താണെന്നറിയോ? ഇല്ല, അറിയില്ല. ചോദിക്ക്, കാരണം എന്താന്ന് ചോദിക്ക്. കാരണം എന്താ? വസന്തേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിന്റെ സന്തോഷം. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുടെ ഒരു മത്സരം വച്ചാലേ 1-ാം സ്ഥാനം എന്റെ വസന്തേട്ടനായിരിക്കും. വസന്തേട്ടൻ. അത്രയ്ക്ക് ഇഷ്ടമാണോ ആന്റിയെ? ആ, ആന്റിയുടെ ഒരു ഭാഗ്യം. നീ കളിയാക്കിയതാണോ? എന്നാലേ അങ്ങനെയൊന്നും കളിയാക്കണ്ട. നോക്ക്, വസന്തേട്ടൻ പറയുന്ന അറിയാലോ. നീ ഉൾപ്പെടെ ലോകത്തെ സകല ഭാര്യമാരെയും ത്രാസിന്റെ ഒരു തട്ടിലും എന്നെ മറ്റേ തട്ടിലും വച്ചാൽ താണിരിക്കുന്നത് എന്റെ തട്ടായിരിക്കും. വസന്തേട്ടൻ അങ്ങനെ വെറുതെ ഒന്നും പറയുന്ന ആളല്ല. അജുവേട്ടൻ എന്നോട് ഇങ്ങനെ ഒന്നും പറയുന്നില്ലല്ലോ. പറയില്ല, പറയിപ്പിക്കണം. ഇന്നേ എനിക്കൊരു സമ്മാനം വാങ്ങിക്കൊണ്ടുവരാൻ പോയിരിക്കുക. എന്ത് സമ്മാനാണോ എന്തോ കൊണ്ടുവരുന്നേ. ഫാൻസി ഐറ്റോന്നാ പറഞ്ഞേ. അയ്യോ. വസന്തേട്ട സമ്മാനം കൊണ്ടുവന്നു. അയ്യോ. അയ്യോ. എന്റെ പൊന്നച്ചോ. അയ്യോ അയ്യോ അയ്യോ, ഞാനിതെന്തീ കാണുന്നേ? അയ്യോ, ഇതാണ് വസന്തേട്ട എനിക്കുള്ള സമ്മാനം. അയ്യോ അയ്യോ, ഇത്തിരി കടന്നുപോയോ? ഭാര്യയെ വഞ്ചിച്ചതുകൂടിയല്ലേ, സാരല്ല. അയ്യോ അയ്യോ, ഇതെന്തു പറ്റി? പൂജ മോളെ, അങ്കിളിനെ അങ്ങോട്ട് പിടിച്ചോണ്ടിരുത്ത്. പതുക്കെ വസന്തേട്ട, പതുക്കെ. അയ്യോ മധു, എന്നെ അങ്ങോട്ടിരുത്ത്. ദാ അവിടോട്ടിരിക്ക്. വിട്ടുകളയല്ലേ, അവിടെ ഇരുത്താം. വിട്ടുകളയല്ലേ. ഇല്ല ഇല്ല,
പതുക്കെ പതുക്കെ ഇരിക്കും. എന്താ എന്തു പറ്റി? എന്താ വസന്ത? വസന്തേട്ടന് ഇത് എന്താ സംഭവിച്ചേ? അതെ, കൊള്ളക്കാര് മർദ്ദിച്ചു. കൊള്ളക്കാരോ? മോളെ പോലീസിനെ വിളിക്ക്. ചെല്ല്. പോലീസിനെ വിളിക്കണ്ട. ശ്ശോ. പതുക്കെ എഴുന്നേറ്റ് പിടിക്ക്. മോളെ പിടിക്ക്. പോലീസിനെ വിളിക്കണ്ട. അതെന്താ? പോലീസിനെ വിളിച്ച പ്രശ്നമാവും. പോലീസേ കൊള്ളക്കാരുടെ ആൾക്കാരാ. നിങ്ങളുടെ വസന്തനാ പറയുന്നേ. പോലീസിനെ വിളിച്ചാ ഞാൻ ആത്മഹത്യ ചെയ്യും. അതെന്താ അങ്ങളെ പോലീസിനെ വിളിച്ചാ? വസന്തേട്ടൻ പോലീസിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞ അത് വിളിക്കണ്ട. അത് എന്തെങ്കിലും അർത്ഥം കാണും. വിളിക്കണ്ട പറഞ്ഞില്ലേ? അതെ അതെ, കണ്ടിട്ട് വിഷമം തോന്നുക. ഏത് ദുഷ്ടനാ ഇത് ചെയ്തേ? എന്താ വസന്ത സംഭവിച്ചേ? അതെ, ഞാനേ മധുവിനൊരു സമ്മാനം വാങ്ങാൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. പാവം, കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സമ്മാനം വാങ്ങാനാ പോയത്. പെട്ടെന്ന് കുറെ കുതിരക്കുളമ്പടി കേട്ടു. കുതിര ബ്രേക്ക് ഇട്ട ശബ്ദമാ. നോക്കുമ്പോഴേ കുതിരപ്പുറത്ത് കുറെ കൊള്ളക്കാര്. ഇതുപോലുള്ള സിറ്റിയില് കുതിരപ്പുറത്ത് കൊള്ളക്കാരോ? ഒന്ന് വെറുതെ ഇരിക്കാവോ? പറ വസന്തേട്ടാ. കുതിരപ്പുറത്തിരിക്കുന്നതേ ഗബ്ബർ സിംഗ്. അരേ ഓ സാമ്പ, അരേ ഓ കാലിയാന്ന് പറഞ്ഞ അടി അങ്ങോട്ട് തുടങ്ങി. അടിയെന്ന് പറഞ്ഞ ചർക്കപ്പുറക്കും ആടി. മധു, നിനക്ക് സമ്മാനം വാങ്ങാനുള്ള കാശൊക്കെ അവര് തട്ടിപ്പറിച്ചോണ്ട് പോയി. അതെ എന്റെ ഞാൻ പറയുന്നതേ പോലീസില് പറയാമോ? പോലീസിൽ പറയണ്ട. പോലീസ് കൊള്ളക്കാരുടെ ആൾക്കാരാ. മധു, എനിക്കൊന്ന് കിടക്കണം. ഒന്ന് പിടിക്കാമോ? കണ്ടോ എന്നോടുള്ള സ്നേഹം കണ്ടോ? ഇത് കണക്ക് ടീച്ചറല്ലേ വത്സലകുമാരി? നമസ്കാരം മാഡം. A+B² പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലായി. പക്ഷെ മാഡം, ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലായില്ല. പ്രേ ഫോർ മീ മാഡം. വസന്തേട്ടാ, ഇത് മാധുരി ചേച്ചിയാ. ആണോ? അയ്യോ, കൊള്ളക്കാരുടെ ആക്രമണത്തോടെ സ്കൂളിൽ പഠിച്ച കാര്യം മൊത്തം ഓർമ്മ വന്നു. കൊള്ളക്കാരെ ആക്രമിക്കുമ്പോഴേ കണക്ക് സാറും സയൻസ് സാറും പെരമ്പ് കൊണ്ട് ഇക്കറ് പൊക്കി വെച്ച് ചന്തിയിൽ അടിക്കുന്നതാ ഓർമ്മ വന്നേ.